ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷം. നല്ലൊരു ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ പതിവ് പോലെ എണീറ്റു. അപ്പോൾ കുട്ടികൾ ശനിയും ഞായറും അവർക്ക് ഒരു ചെറിയൊരു എക്സ്ക്യൂസാണ്. അവർ സമാധാനത്തിലാണ് കേട്ടോ എണീക്കുക. അപ്പോൾ ഞാനും ഡാഡിയും എണീറ്റു. രാവിലെ എണീറ്റ് ചായ ഒക്കെ വെച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് പോകുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇന്നലത്തെ ഒട്ടിച്ചത് ഞാൻ നോക്കാറുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ബാക്കി ഒരു 4 ഷീറ്റ് ഞാൻ എക്സ്ട്രാ മുമ്പ് ഓർഡർ ചെയ്തത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യണമെന്ന് പിടുത്തമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റേ കാർ പോർച്ചിൽ ശരിക്കും ആഷ് കളറാണ്. അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് വരുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെയൊക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് ഒരേപോലെയാണല്ലോ രണ്ട് വീടും, എന്തായിരിക്കും എൻ്റെ ഓർമ്മയിലില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഇവിടെ വെറുതെ ഇങ്ങനെ കട്ടകളാണ്, ആ കളർ ആഷ് കളറാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ആ കൊണ്ടുവന്ന സ്റ്റിക്കർ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പള്ളി പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞാനും ഡാഡി പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട പോലെ തന്നെ എല്ലാതും അവിടെ എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്നലെ കുറേ ലേറ്റായില്ലേ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ ഡാഡി ഇതേ ചായ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡും ബട്ടറും കൂടി കഴിച്ചിട്ട് പോവാം. കുഞ്ഞു ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞു ബണ്ണും ബട്ടറും കൂടി കഴിച്ചിട്ട് പോവാം. പിന്നെ ചായയും കൂടി കുടിച്ചാൽ വയറൊരു വിധം ഫില്ലാവും. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ പരിപാടികളും കഴിച്ചു വെച്ച് അത് മാത്രമല്ലേ വേണ്ടു. പിന്നെ കുട്ടികൾ എണീറ്റിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളിത് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പള്ളിയിൽ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാൻ ഇടാറ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വീഡിയോസ് എടുക്കാനായിട്ടൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഏർപ്പെടുന്നില്ല. പിന്നെ പോണോടത്തേക്ക് ഞാൻ ചില സമയത്ത് ഫോൺ കൊണ്ടുപോകാനായിട്ട് മറക്കും. അപ്പോൾ ഇന്നലെ എല്ലാം 2-3 പേര് പറഞ്ഞു നല്ല ചെരുപ്പായിരുന്നു, മറ്റേ ക്രോക്സിൻ്റെ നല്ല വെയ്റ്റ്ലെസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ചെരുപ്പ് മാച്ചിനിടുന്ന ഒരു സൂക്കേടുണ്ട്, കുഞ്ഞിലെ തൊട്ടുള്ള ഒരു സൂക്കേടാണ്. അത് ഞാൻ ഡിമ്പിളിനെയും ശീലിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് കവറിങ് ഷൂ ആണ് ഡിമ്പിൾ യൂസ് ചെയ്യുക, പിന്നെ വേറെ കളറുകൾ. അപ്പോൾ എൻ്റെ ഈ വൈറ്റ് ചെരുപ്പ് എനിക്കൊണ്ട് 2 വർഷം മുമ്പ് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഡിവൈനും ഡോണും ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് 2 പെയർ വൈറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഏകദേശം ആയപ്പോഴാണ് ഞാൻ വേറെ വാങ്ങിച്ചെങ്കിലും എനിക്കത് എന്തോ ഇഷ്ടമായില്ല. അങ്ങനെയാണ് ഞാൻ ഇന്നലെ വേറെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയ ഡേറ്റ്സിൻ്റെ അച്ചാറും പിന്നെ നമ്മുടെ നാരങ്ങയുടെ അച്ചാറും, ചെറുനാരങ്ങയുടെ ആ 2 കൂട്ടാണ് ഞാൻ ഇന്നലെ അച്ചാറായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും തോമുട്ടൻ എണീറ്റ് വന്നു. അപ്പോൾ തോമുട്ടൻ വന്നിട്ട് കളിയും വർത്താനാണ്. അപ്പോൾ ഇന്നലെ മൂപ്പര് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോമുട്ടനോട് ഗേറ്റൊക്കെ അടച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ അടച്ചില്ല കേട്ടോ, അവന് പേടിയാവും ഒറ്റയ്ക്ക് വരാനായിട്ട്. അങ്ങനെ ഞാനും ഡാഡി പള്ളിയിലേക്ക് പോകാൻ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് പതിവില്ലാണ്ട് ഞാൻ ഫോൺ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിലത്തെ അച്ഛന്മാർ 2 പേരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞച്ഛൻ്റെ ഫാമിലിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തത്. പക്ഷേ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്തില്ല കേട്ടോ, എനിക്കെന്തോ എടുക്കാൻ തോന്നിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കുർബാനയുടെ സമയത്ത് ഞാൻ ഫോണും കൊണ്ട് പോകാറില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷേ ഞാൻ എടുത്ത നിലയ്ക്ക് ഞാനിവിടെ കയറുന്നത് വരെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബാക്ക് സീറ്റിലിരിക്കണേന്ന്. സംഭവം എന്താ വെച്ചാൽ ഞാൻ അപ്പുറത്ത് കൂടെ കയറാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാറ് തൊട്ടടുത്ത് വന്ന് നിൽക്കുക. അപ്പം ഞാൻ അവർ നീങ്ങിയിട്ട് വേണം എനിക്ക് ഡോറ് തുറക്കുക. അപ്പം ഞാൻ ബാക്കിൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ ഷീതുവിനെയും അമ്മേനെയും പള്ളിയിൽ വെച്ച് കണ്ടു കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ആഴ്ച കല്യാണം ഉണ്ടായിരുന്നില്ലേ, ആ മോളെ ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മിടുക്കിയായിട്ടിരിക്കണം. സിംതേരിയിലും കണ്ടു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും സെക്കൻഡ് ട്രിപ്പ് അവർ പള്ളിയിലേക്കും മാർക്കറ്റിലേക്കൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വരുമ്പോൾ 11:30 കേട്ടോ സമയം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ പാലും കുപ്പികൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ പാലും കുപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പാല് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതാണ് ഞാൻ അവർക്ക് ഉച്ചതിരിഞ്ഞ് പട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചൻ പോയി വന്നപ്പോൾ ഒരു കാലിൽ ഷൂ ഇട്ടിട്ട് നടക്കണുണ്ടോ. അപ്പോൾ ഡാഡി വന്ന വഴിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് വേഗം ഒട്ടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ ഡിവൈൻ്റെ ഫുൾ മാർക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയാൽ നിങ്ങൾക്കറിയാലോ പണികൾ തുടങ്ങായി. അപ്പോൾ ഡോണും ഒരു വശത്ത്, പിള്ളേർ വേറെ വശത്ത്, ഡാഡി വേറെ വശത്ത്, അങ്ങനെ ഞങ്ങൾ എന്താ പറയുക തുടങ്ങായി ഞങ്ങളുടെ കാര്യങ്ങൾ. ഞായറാഴ്ച എങ്ങനെ വന്നാലും 2-2:30. അപ്പോൾ ഇന്ന് ഡിവൈന് നിർബന്ധമായിരുന്നു 2 മണിക്ക് ഭക്ഷണം വിളമ്പണമെന്ന്. അപ്പോൾ ഇന്ന് പട്ടികൾക്കുള്ളത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മാർക്കറ്റിൽ പോയിട്ടില്ല, പെരുന്നാളല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാലിയായി. അപ്പോൾ ഇന്നലെ വരെയുള്ള ഫുഡ് കറക്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാത്തിലും നിറയ്ക്കാൻ വേണ്ടി ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ ചെയ്യുന്ന പണിയുണ്ടോ, ഡാഡി
അത് കട്ട് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുക. അപ്പം അങ്ങനെ ദേ ഈ ബോർഡറാണ് കണ്ടോ കംപ്ലീറ്റ് ഒട്ടിച്ചത്. സംഭവം നിങ്ങൾ വിചാരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ, നമ്മൾ ഈ ബോർഡറുകൾ ഇങ്ങനെ ഒട്ടിക്കണത് നമ്മളുടെ ആ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഹോള് തളച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഹോളിൻ്റെ അവിടെ തന്നെ വൈറ്റ് സിമെൻറ്റ് ഇട്ട് മൂടിയപ്പോൾ എല്ലാ റൂമിലും വട്ടം 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 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ റൂമിലൊക്കെ ബെഡ്റൂമിലാണ് ഭയങ്കര വൃത്തികേടായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൂത്രം ചെയ്യണതിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ഇതാ എനിക്കൊരു കൊറിയർ വന്നു. അപ്പോൾ ചാക്കോച്ചൻ നോക്കുക ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുമല്ല, ഒരു കൊച്ചു സ്പീക്കർ. അപ്പോൾ ഞാൻ സാധാരണ കിച്ചണിൽ മറ്റേ ഇതിൽ പാട്ട് വെച്ചിട്ട് മറ്റേ ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചിട്ടാണ് ഞാൻ കേൾക്കാറ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറുത്, ഞാൻ ഡാളിയുടെ അവിടെ പോയപ്പോൾ അത് കണ്ടു, അക്കിയുടെ വീട്ടിൽ ചെറുത് ഒരെണ്ണം കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒരു കുഞ്ഞിത് എനിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നാവില്ലേ, എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാട്ടോ. അപ്പോൾ ഡാഡി പറഞ്ഞു എന്നാൽ പിന്നെ അലക്സ വാങ്ങിക്കാറുന്നില്ലേ. അപ്പോൾ മുകളിലുണ്ട് കേട്ടോ, ഡിവൈൻ്റെ അടുത്തുണ്ട്. അപ്പം ഇവിടെ ചാക്കോച്ചൻ അലക്സ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് മതി. എൻ്റെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പാട്ട് കേട്ടിട്ടായിരിക്കുക. പക്ഷേ ഒരു വശത്ത് ടി വിയും ഒരു വശത്ത് കുട്ടികളുടെ റൈംസും കാര്യങ്ങളാണ് കേൾക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാറില്ല ഉറക്ക മറ്റേ സ്പീക്കറിൽ വെക്കുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മുടെ അടുത്തിരുന്ന് കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് ഒരെണ്ണം വാങ്ങിയത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ അവരുടെ പട്ടികൾക്കുള്ളതാണ് ആദ്യം നിറച്ച് വെച്ചത്. അത് കഴിഞ്ഞ് എന്താ പറയുക, നമ്മൾ പറയില്ലേ കാണാത്ത പണികളാണിത്. കുഞ്ഞു 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 പണികളാണ്, പക്ഷേ സമയം പോകണതറിയില്ല. അപ്പോൾ ഡാഡി ആ സമയം കൊണ്ട് ഇതാ ഇവിടെ കംപ്ലീറ്റ് ഒട്ടിച്ച് കണ്ടു, നല്ല വൃത്തിയായി. ആ മറ്റേ ആ പാട് അങ്ങോട്ട് മാറി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് പാട് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം അറിയാത്തവരുണ്ടാവും, അറിയാത്തവർ വിചാരിക്കുന്നത് എന്തിനാ ഇവർ എല്ലായിടത്തും ഇങ്ങനെ ബോർഡറിൽ സ്റ്റിക്കർ ഒട്ടിക്കണേന്ന്. അപ്പോൾ ഇതാണ് കാര്യം, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് സന്തോഷമായ ഒരു കാര്യം, ഒരു മോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സർഫിൻ്റെ പൊടി അല്ലെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് വാഷ് എന്തെങ്കിലും വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് നല്ല വൃത്തിയാവും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇന്ന് കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്ന് മെനക്കെട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അതാത് ബോക്സുകളിലാക്കിയ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ പിന്നെ അതിലെന്തിട്ടായിരുന്നു മാങ്ങ, തക്കാളി ഒക്കെ അതാത് ബോക്സുകളിലാക്കി. ഇതിപ്പോൾ അതേ മല്ലിയില, പുതിനയില, വേപ്പിലയാണ്. പിന്നെ ഇത് മറ്റേ ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊന്നും കിട്ടിയില്ല. ആ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് എൻ്റെ വായയിൽ വരുന്നുണ്ട്, കിട്ടണില്ല കേട്ടോ. പടവലങ്ങ. നിങ്ങൾ വിചാരിക്കും എനിക്ക് കിട്ടണില്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർമ്മക്കുറവ് കൊണ്ടാണ് കേട്ടോ മക്കളെ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരേ ഭാഗം ഒതുക്കി. ഇപ്പോൾ മാമ്പഴം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡാഡിയുടെ ഫേവറേറ്റാണ് മാമ്പഴം. അപ്പോൾ മാമ്പഴം ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുനാരങ്ങ വാങ്ങി. അപ്പോൾ ചെറുനാരങ്ങ നീര് വെച്ച് സോഡ മേക്കർ ഓക്കെ ആക്കിയിട്ടുണ്ട്, സോഡ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് വേനൽക്കാലമല്ലേ. അപ്പോൾ ഇത് ചിയാ സീഡ്സാണ്. ഇതൊക്കെ ഞാനൊരു ആവശ്യത്തിന് വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറയാം എന്തിനാന്ന്. അങ്ങനെ ഇപ്രാവശ്യം 3 തരത്തിലാണ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്താ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ ചാള, അയില 2-3 പേരുകളാണ് എനിക്കറിയുള്ളൂ. പേരുകളെല്ലാം കണ്ടറിയുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. പ്രായം 58 എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചിക്കനും ഇത് 2 മീൻ കൊണ്ടുവന്നത്, ഒരു തരം വെട്ടുമീനും പിന്നെ മറ്റേ ഒരു പരന്ന മീനും പിന്നെ കുട്ടിച്ചാള. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. കണ്ടമാനം ഉണ്ടായിരുന്നു, 1 കിലോനാണ്. പക്ഷെ കുറേ ഉണ്ട്, നന്നാക്കി കിട്ടിയ കാരണം നമുക്ക് ഭയങ്കര എന്താ പറയുക സുഖമാണ്, എടുത്ത് വറുത്താൽ മതി. അപ്പോൾ ഞാൻ പുരട്ടിയിട്ട് ഒരു ബോക്സിലാക്കി മാറ്റി വെച്ചു. മറ്റേത് അച്ചാറിടാൻ വേണ്ടി ഡിവൈൻ ഓൾറെഡി അച്ചാർ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകൾ, അതായത് വല്ല സൂപ്പിലേക്കോ എല്ലുണ്ട്, മറ്റേ പാസ്റ്റയിലേക്കോ നൂഡിൽസിലേക്കോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടി ഫസ്റ്റ് ബോക്സിലിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. മറ്റേത് വലിയ ബോൺലെസ് പീസുകളാണ്. അപ്പോൾ ഞാൻ പറയാറില്ലേ ബോൺലെസ് ആയിട്ടാണ് കൊണ്ടുവരാറുന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബോൺ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ ഡിവൈനിന് എല്ലുമെന്ന് ഇങ്ങനെ കഴിക്കില്ല. ഇതുണ്ട, ഇത് ഫുൾ എല്ലാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെട്ടി നുറുക്കി ഒന്നെങ്കിൽ ഇതിപ്പോൾ ഒരെണ്ണം തനിയല്ല കേട്ടോ, ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്ത്, ഇങ്ങനെ പുറം ഭാഗം, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കത് ചെറുതാക്കിയിട്ട് ഒന്നെങ്കിൽ കോഴിയും കുമ്പളങ്ങിയിട്ട് വെക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പ് വയ്ക്കാം. പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ബോക്സിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇതുമെന്ന് ഇനിയിപ്പോൾ ഇറച്ചിയായിട്ട് കിട്ടാനില്ല.
ഈ പറഞ്ഞ പോലെ കോഴിയും കുമ്പളങ്ങയൊക്കെ വെക്കാനായിട്ട് ഈ പീസുകൾ മതി കേട്ടോ. നമ്മൾ എല്ലിൻ്റെ പീസ് എടുക്കുക കോഴിയും കുമ്പളങ്ങയൊക്കെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ കിഴങ്ങിട്ടിട്ടായാലും വെക്കാം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു ബോക്സിലേക്ക്. അപ്പോൾ ഞാനത് വെട്ടി ചെറുതാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അതിന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പണികൾ തീരില്ല. അപ്പം ഞാൻ തൽക്കാലം അവിടെ വെച്ചു. അതുപോലെ നാളികേരം ചിരകി മീനിൻ്റെ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞപ്പോൾ പറ്റാവുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പണിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാണാത്തൊരു പണിയാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മീൻ വെച്ചതും പിന്നെ ബീഫ് തേങ്ങാക്കൊത്തിട്ട് റോസ്റ്റ് ചെയ്തത് പിന്നെ മീൻ വറുത്തത്, ഇതായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ചോറിന് കേട്ടോ. അങ്ങനെ അപ്പനും മക്കളും മുകളിലേക്ക് കയറിപ്പോയി. ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഊണ് കഴിഞ്ഞാൽ 12-12:30 ആകുമ്പോഴേക്കും മാമു പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ അവൻ കയറിപ്പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. അവൻ്റെ കാര്യം ഭയങ്കര കൃത്യമായിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മറ്റേ ചീസ് ബ്രെഡും മൊസറല്ല ചീസും ഈ ഫ്രഞ്ച് ഫ്രൈസൊന്നും പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. നേരെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കൊണ്ടുവന്ന അതിൽ തള്ളുക ചെയ്ത ഫ്രീസറിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇനി സെക്ഷനാക്കി വെച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അത് എടുക്കണ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനാണ് ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ആൾ. അപ്പോൾ ചില ദിവസം ഇങ്ങനെ ഒതുക്കി കഴിയില്ല കേട്ടോ. ഇന്ന് എനിക്ക് എന്ത് തന്നെയായാലും ഇത് ഒതുക്കാണ്ട് പറ്റില്ല, കാരണം ഫ്രീസറിൽ വെക്കേണ്ട സാധനമാണ്. അപ്പോൾ നമ്മളത് പുറത്ത് വെച്ചാൽ കേടാവില്ലേ. അപ്പോൾ ഞാൻ ബോക്സുകളിലാക്കി വെച്ചു. ഊണ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീൻകറി തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ആ പരിപാടി ഒരു വശത്ത് കഴിഞ്ഞു. ഇത് ഇറച്ചിയും മറ്റേ തേങ്ങാക്കൊത്തിട്ടത് കുറച്ച് ബാക്കിയുള്ളൂ, അതവിടെ വെച്ചു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീഫ് മൊത്തം വേവിച്ച് വെച്ചതിൽ കുറച്ചെടുത്തിട്ടാണ് വറുത്തത്. ഇനി ഈ പാത്രത്തിലുള്ളത് കട്ട്ലേറ്റിലേക്കും, ഇത് ചാറടക്കമുള്ളത് എന്തെങ്കിലും കഷ്ണട്ട് വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ദിവസം ചപ്പാത്തിക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ, അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആ ഇറച്ചി ഒന്ന് മിൻസ് ചെയ്ത് ഒരു വശത്ത് വെച്ച് ഇത് പുഴുങ്ങിയത് എടുത്ത് ഉടച്ച് കുറച്ച് സബോളയും വഴറ്റി കഴിഞ്ഞാൽ, സബോള മസാല അടക്കട്ടോ, വഴറ്റി കഴിഞ്ഞാൽ ടപ്പെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഇപ്പം എത്രയായിട്ടുണ്ടാവും, 4 മണിയൊക്കെ 3:30 ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സംഭവങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഓർക്കാപ്പുറത്തല്ലേ മറ്റേ തൃശ്ശൂർ ഫെസ്റ്റിനും നെസ്റ്റോലിക്കൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓർഡറുകൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒന്നുമല്ല, നമ്മുടെ ചാക്കോച്ചൻ എന്നെ വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ ചാക്കോച്ചൻ പറയണതാണ്, പാച്ചുട്ടൻ, അവൻ്റെ ബേബിയുടെ പേര് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ ഞാൻ വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫലൂഡ ഉണ്ടാക്കാം. പാലും ഉണ്ട്, പിന്നെ ഇപ്പം ഉണ്ടാക്കിയാലേ രാത്രിയിലേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും ഈ മിക്സ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ 2 പാക്കറ്റാണ് ഞാൻ ഇന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 പാക്കറ്റ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 6 ആൾക്കാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നിലയ്ക്കെന്നാൽ ശരിക്കും കുട്ടികൾക്ക് കഴിക്കാനായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പാക്കറ്റ് പാലിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മധുരവും കാര്യങ്ങളും ഒക്കെ പാകാറുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ കുറച്ച് കസ്റ്റേർഡും കൂടി കലക്കി ഒഴിക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിൽ മാംഗോൻ്റെ പൾപ്പ് ഇട്ടിട്ടൊന്ന് അടിക്കും. അപ്പോൾ ഇത് മാംഗോ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ പൾപ്പും കൂടി ഇട്ടടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല കുറുകുറുന്നിരുന്ന ഐസ്ക്രീം പോലെ നമുക്ക് സ്കൂപ്പ് ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. എന്നാൽ ഒരു വശത്ത് ഫലൂഡയായിട്ടും കഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ 3 ചെയ്യും. കുറച്ചൊരു ഭാഗം മറ്റേ കസ്റ്റേർഡായിട്ട് യൂസ് ചെയ്യും, കുറച്ച് ഭാഗം ഞാൻ ഈ പറഞ്ഞ പോലെ പൾപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം വെച്ച് മറ്റേ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം സെർവ് ചെയ്തിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല ഇത് കഴിഞ്ഞ് ഞാൻ 2 പാത്രത്തിൽ തണുപ്പിക്കാൻ വെക്കുക ചെയ്യാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക ചെയ്യും. ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, പക്ഷേ എടുക്കേണ്ടി വന്നില്ല. എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ, എന്താണ് എടുക്കേണ്ടി വരാഞ്ഞെന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു പാക്കറ്റ് ഫലൂഡയാണ് മിക്സാണ് വാങ്ങിക്കണതെന്ന് വെച്ചാൽ അതിൽ 1 ലിറ്റർ പാലാണ് പറയുക. അപ്പം നിങ്ങളത് ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നും. അപ്പോൾ ചെയ്യേണ്ടത് ഒരു പിടി സേമിയ ഇടുക, കുറച്ച് ചിയാ സീഡ്സും അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കുറുകലും കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റിയിൽ കുറച്ചൊരു കൂടുതൽ കാണും. അല്ലെങ്കിൽ കറക്റ്റ് 6 ആൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സമയത്താണ് ഞാൻ ചന്ദനത്തിരിയും മെഴുകുതിരിയും ഒക്കെ കത്തിക്കുക. അപ്പോൾ ചാക്കോച്ചൻ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാം കേട്ടോ, കാരണം അവനിതിൻ്റെ പുക പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് പെട്ടെന്ന് ഡിമ്പിളുടെ ഫോൺ വന്നത്, ഡിമ്പിൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വെള്ളാങ്കല്ലൂർക്ക് എന്തായാലും പപ്പയ്ക്കൊക്കെ വരണം, അപ്പോൾ അതോട് കൂടിയിട്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാത്തനും ആൻസനും
കൂടിയിട്ടാണ് കേട്ടോ ഡിംപിളിനെയും മോനെയും കൊണ്ടാക്കാൻ വന്നത്. കാരണം ഇനി മോനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ ഫോട്ടോ എടുക്കൽ, പിന്നെ അവരുടെ എന്ത് ഡേ ആണ്, അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങുകയായി അവരുടെ സ്കൂളിലത്തെ കലാപരിപാടികൾ. അപ്പം ഞാൻ അപ്പോഴാണ് ഓർത്തത്, അയ്യോ കുട്ടിയുടെ റൂമിൽ തുണികൾ അങ്ങനെ തന്നെ കിടക്കണ്ടല്ലോ. നിങ്ങൾക്കറിയാം 2 ദിവസമായിട്ട് അലക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടേക്കായിരുന്നു. ഞാൻ വേഗം തുണികളൊക്കെ മടക്കി റൂം ഒതുങ്ങിയിട്ട് തന്നെ കിടക്കണ്ടായിരുന്നു. എന്നാലും കണ്ടോ ഈ കുത്തുകൾ കണ്ടോ നിങ്ങൾ, ഈ പച്ച പെയിൻറ്റിൻ്റെ മുകളിൽ വെള്ള വട്ടങ്ങൾ കണ്ടോ, ഇതാണ് മറ്റേ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഒഴിവാക്കാനാണ് കേട്ടോ മറ്റിടത്തൊക്കെ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ എവിടെയെങ്കിലും ഞാൻ കാണിച്ചു തരാമെന്ന്. അതാണ് സംഭവം. എല്ലാത്തിൻ്റെ അടിയിലാണ്, ശരിക്ക് ഒരടി മുകളിലാണ് ഇതിങ്ങനെ വെച്ചിങ്ങനെ. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഇതാ ഡിംപിളും ആൻസനും പാച്ചും ഇവിടെ മാത്തനും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അവർ വെള്ളാങ്കല്ലൂരൊക്കെ കയറി കുറേ നേരമൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ആൻസനൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറേ ലേറ്റായി, എനിക്ക് തോന്നുന്നു 8:30 തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ സമയം. അങ്ങനെ അപ്പം ഞാനെങ്ങനെയാ വെച്ചാൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കുന്നു, ഡിവൈൻ മീനച്ചാർ ഇടുന്നു, ഡാഡി മാച്ച് കാണുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെ വരുമ്പോൾ അമ്മ പേസ്ട്രിയിൽ നിന്ന് വെറൈറ്റി കുറേ സ്വീറ്റ്സ് പേസ്ട്രികളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ്. അപ്പോൾ ഇവർ ഇവിടെ വന്ന സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കലും ബഹളമാണ് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൻസർ വന്ന് പോണവരെ അങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം നമുക്ക് അവരോട് വർത്താനം പറയാമെന്നുള്ളതാണല്ലോ മെയിനായിട്ട്. അപ്പം ഞാൻ ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും വന്നപ്പോഴത്തെ ഇവരുടെ സന്തോഷവും കെട്ടിപ്പിടുത്തവും കളിയൊക്കെ കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻസറിൻ്റെ പിന്നാലെയായിരുന്നു, കുറേ നേരം അവൻ്റെ പിന്നാലെയുള്ള നടപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ അവരവരുടെ കളികളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞാൻ ഡിംപിളും ഡിവൈനും ഡോണും കൂടിയിട്ട് അവരുടെ വിശേഷങ്ങൾ പറയുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ക്ലിപ്പ് ബാംഗിൾസാണ്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് ക്ലിപ്പ് ബാംഗിൾസാണ്. കുറേ പേര് ഇത് വീണ്ടും കാണിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആവട്ടെ അതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ 1-2 എണ്ണം ഇപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് തന്നെ പറയും. അപ്പോൾ അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇന്നലെ ആൻറ്റി കാണിച്ചതാണല്ലോ എന്ന്. പക്ഷേ ഈ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് കാണുന്നതിന് മുമ്പ് തന്നെ ആൻറ്റി ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോസ് അയക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരിച്ച് പറയുന്നത് കേട്ടോ. മാക്സിമം എല്ലാ ഐറ്റംസും ഉണ്ടാവും, എന്നാലും ചിലപ്പോൾ 1-2 ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ 2 എണ്ണം സെലക്ട് ചെയ്താൽ എന്തെങ്കിലും 1 എണ്ണം ഇല്ലാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ റൂബിയാണ് കേട്ടോ. റൂബി വൈറ്റ് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും എളുപ്പമുണ്ടാവും, സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് എനിക്ക് ഇന്ന സാധനം വേണം ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വില പറയാം. അതനുസരിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറഞ്ഞു തരാം. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങൾ എനിക്കൊരു ഹായ് അയച്ചാൽ മതി, ഞാൻ നമ്പർ സേവ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസ് കാണാമെന്ന് കണ്ടമാനം ഓരോ ദിവസവും 10-12 പേര് എനിക്ക് ഹലോ അയക്കുന്നുണ്ട്, ഹായ് അയക്കുന്നുണ്ട്. ഞാൻ അവരെ കോൺടാക്ട്സ് ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. എൻക്വയറീസ് കൂടുതൽ, കുറേ എന്താ പറയുക പുതിയ കോൺടാക്ട്സ് കൂടുതൽ വരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് 1, 2, 3, 10 ചോദിച്ചാലും ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മളിതിൽ പരസ്യമായിട്ട് വിലയിടാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, റീസെല്ലിങ്ങിന് നമ്മളുടെ കയ്യിൽ നിന്ന് കുട്ടികൾ കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു പരസ്യമായിട്ടൊരു വില ഇന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു 10 രൂപ നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. കാരണം ഓരോ വീഡിയോയിലും കുട്ടികൾ ചോദിക്കും അപ്പോൾ എന്താ ഒപ്പം വിലയിട്ടാലെന്ന്. ഞാൻ സംഭവം എപ്പോഴും മറുപടി പറയുമെങ്കിലും വീണ്ടും ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഉത്തരം പറയണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വൈറ്റ് ഇത് ഫുൾ ഡയമണ്ടിൻ്റെ അതേപോലെയാണ് കേട്ടോ. അതിൻ്റെ മറ്റേ എന്താ പറയുക കാര്യങ്ങളൊക്കെ മറ്റേ ബക്കിളും ക്ലിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡയമണ്ട് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, ഇടാം. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഭയങ്കര കൂടുതലാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഒരാളും പറയില്ല ഗോൾഡ് അല്ല എന്നുള്ളത്. ഏറ്റവും ഭംഗിയിൽ ഏറ്റവും പുതിയ മോഡലിൽ നിങ്ങൾക്ക് ഇടാം. ഒരു പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ റീപ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ മാറി ഉപയോഗിക്കാം കേട്ടോ.
അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, A to Z കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ മാട്ടിയോ ചുട്ടിയോ എന്തൊട്ടോ കല്യാണത്തിന് സംബന്ധമായ അരപ്പട്ടയോ അതൊക്കെ വേറെ സെക്ഷനുണ്ട്. പക്ഷെ അതൊക്കെ ഡാഡിയുടെ സെക്ഷനാണ്. അതുകൊണ്ടാണ് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കാണിക്കാത്തത്. പക്ഷേ അറിയാം, ഡാഡിക്ക് അതിൻ്റേതായ കസ്റ്റമേഴ്സ് കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് അവരായിട്ട് പോകണം. ഞാനിതിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സാരി, കുറേ പേര് സംശയം ചോദിച്ചു, സാരീസ് ഇപ്പം ഇല്ലേന്ന്. സാരികളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ 2 പേരും തിരക്കായതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് കാണിക്കാത്തത്. ബിസിനസ് നടന്നുകൊണ്ടിരിക്കണു. ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം എടുക്കുന്ന കുറേ ആൾക്കാരും റീസെല്ലിങ്ങിൻ്റെ ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ബിസിനസ് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വീഡിയോ എടുത്തിടാനുള്ള ഒരു സാവകാശം കിട്ടണില്ല. അതുകൊണ്ടാണ് വീഡിയോസ് കാണാത്തത്. തീർച്ചയായും സാരിയും ഓർണമെൻറ്റ്സും ഒക്കെ ഇപ്പോഴും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ, കുട്ടികളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡിവൈൻ്റെ ആയാലും ഡിമ്പിളുടെ ആയാലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും, സാരി ആയാലും ഓർണമെൻറ്റ്സ് ആയാലും, അതുപോലെ ആൻറ്റിക്കിൻ്റെ കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ വിശേഷം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഓർണമെൻറ്റ്സാണ് കേട്ടോ. അങ്ങനെ ഞാനും ഡാഡിയും കൂടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്യാനായിട്ടിരുന്നു. കാരണം കുറേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചയിലത്തെ തൊട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇന്നലത്തെ ഫുള്ളും ഇന്നലെ മുഴുവൻ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ഇപ്പോൾ ചില ദിവസം ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഭാരം കൂടും. കാരണം ഒരു മടി പിടിക്കണത്, അല്ലെങ്കിൽ ശനിയാഴ്ചയിലത്തെ രാത്രി വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്നലെ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ഇരിപ്പിൽ ഈ സംഭവം നാളേക്കാവാം. കാരണം നാളെ ഇപ്പോൾ ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ചക്കല്ലേ വേണ്ടു എന്ന ഇതിൽ നമ്മൾ പിന്നാക്കിട്ട് കഴിയുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി പണിയാവും പിറ്റേ ദിവസത്തേക്ക്. പ്രത്യേകിച്ച് ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 7:30 തൊട്ട് മാച്ചിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡാഡിന് 9:30 ആവാണ്ട് കിട്ടില്ല. അപ്പോൾ പാക്കിംഗ് സെക്ഷൻ ഡാഡിയാണ് ചെയ്യുക. ബാക്കിയൊക്കെ റെഡിയാക്കിയാലും പാക്കിങ് ഡാഡിയാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഡിമ്പിളും ഡിവൈനും വന്നിട്ടുണ്ട്, ഇനി അവർ നോക്കിക്കോളും. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചണിലേക്ക് ഡിവൈൻ പോയി കഴിഞ്ഞാൽ ചാക്കോച്ചൻ ഒരു പൊടിക്ക് സമ്മതിക്കില്ല. മുഴുവൻ പിന്നാലെ നടന്ന് വാശി പിടിക്കുകയും ബഹളമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഡിവൈനിന് ഇത്രയും ദിവസമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡിമ്പിൾ വന്ന് കാരണം ഇനിയിപ്പോൾ 3 ആളും കൂടിയുള്ള കളിയും ബഹളമൊക്കെ ആകുമ്പോൾ ഇവർ 2 പേരും കൂടി ആകുമ്പോൾ എനിക്ക് കുറേ സമാധാനം കേട്ടോ. സ്പ്ലിറ്റായി പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഭാരം കുറയുമല്ലോ. ഇതിപ്പോൾ ഡിവൈൻ്റെയും ഡിമ്പിളിൻ്റെയും എല്ലാവരുടെയും ഓർഡേഴ്സ് ഞാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയൊരു തിരക്കും കാര്യങ്ങളും, പക്ഷെ അതെനിക്ക് സന്തോഷമുള്ള തിരക്കാട്ടോ. കാരണം നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ തിരക്കായിട്ടിരിക്കുകയാണല്ലോ നല്ലത്. അപ്പോൾ ആ തിരക്ക് എനിക്ക് എപ്പോഴും ഉണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ഇതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതും ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാൻ തോന്നുന്നതും നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ഒരു സാധനം ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തിനും ഇതൊക്കെ അറിയണേന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ഓരോരുത്തരും പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഓർണമെൻറ്റ്സ് വാങ്ങിയവർ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻറ്റി കണ്ടേക്കാൾ ഏറ്റവും ഭംഗിയിലാണ് കേട്ടോ കിട്ടിയപ്പോൾ, കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള റിവ്യൂസ് എന്നാൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ നിങ്ങൾക്ക്. പക്ഷേ ഇത് എല്ലാവർക്കും നല്ലത് പറയണത് കേൾക്കണം എന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ മറ്റേ ഡയമണ്ട് ഫിനിഷ് വളകൾ കേട്ടോ. അങ്ങനെ ഡിമ്പിളും പാച്ചും എന്താ പറയുക ചാക്കോച്ചനും ഉള്ള ബഹളമാണ് ഇവിടെ. അപ്പോൾ ചാക്കോച്ചനെ അറിയാമല്ലോ, ഡിമ്പിളുടെ കൂടെയാണ് എപ്പോഴും, ഫുൾ ടൈം ഡിമ്പിളുടെ കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വെള്ളയപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചെന്ന്. പക്ഷേ വിചാരിച്ച വലിയ സുഖമൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ വെള്ളയപ്പവും മീൻകറിയും കൂടിയിട്ട്, അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു അതും മതി, വെറുതെ കുറേ അതും ഇതും വെച്ച്, പിന്നെ ബീഫ് റോസ്റ്റ് ഉച്ചയിലത്തെ കുറച്ചായാലും അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉള്ളത് മതി. പിന്നെ ഈ അതും ഇതൊക്കെ തിന്നിട്ട് വയറ് നിറഞ്ഞു. പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ അന്ന് നിങ്ങൾ കണ്ടില്ലേ ഡോൺ ഓരോന്ന് പൊട്ടിച്ചിടണത്, അത് മുഴുവൻ തിന്നണത് ഈ കുട്ടികളെ വെറുതെ പെറുക്കി തിന്ന് നടക്കണതാണ്. അപ്പോൾ തൽക്കാലം അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളയപ്പം മാത്രമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഡിവൈൻ മറ്റേ ചാള അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പനും മക്കളും കൂടി കയറുകയാണ്. പിന്നാലെ പാച്ചുട്ടൻ പോകാൻ നോക്കുകയാണ് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ കൈയോടെ പാച്ചുട്ടനെ പിടിച്ചിറക്കി. കാരണം ഇവനൊരു പോക്ക് പോയാൽ പിന്നെ ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ വിട്ടില്ല. അങ്ങനെ ഊണ് കഴിഞ്ഞു, ഇനി പാത്രങ്ങൾ ഒതുക്കലാണ്. അപ്പോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻ തിളപ്പിച്ച് വെച്ചു.
പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിമ്പിൾ നോക്കിക്കോളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമാധാനമായി. അങ്ങനെ ദേ ഞാൻ പട്ടികൾക്കുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ ആ സൈഡിലത്തെ ചെടികൾ മൊത്തം ഡാഡിയെ കൊണ്ട് ഞാൻ ഇവിടേക്ക് എടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ഡിമ്പിളൊക്കെ വന്നത്. അപ്പോൾ ഇത് മുഴുവൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചു. കാരണം ആ സൈഡിൽ നനയ്ക്കാനായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ വെറുതെ ഡാഡിയോട് അത് നനച്ചില്ലേന്ന് ചോദിക്കണേക്കാളും നല്ലത് ഞാൻ വിചാരിച്ചു ഈ വശത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു വശത്താകുമ്പോൾ എനിക്ക് നനയ്ക്കാമല്ലോ. അപ്പോൾ പിന്നെ വെറുതെ എന്താ പറയുക, അത് ഉണങ്ങിപ്പോയോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ആ സൈഡിൽ എൻ്റെ കണ്ണെത്താണ്ടാവുമ്പോഴേ. ഫ്രണ്ടിൽ കൂടെ പോകാമെന്ന് വെച്ചാൽ അവിടെ കാറ് എടുക്കണ്ടാവും, ബാക്കിൽ കൂടെ പോകാമെന്ന് വെച്ചാൽ ഇവിടെ പട്ടിക്കൂടുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഈ സൈഡിൽ ബാക്കിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെയൊക്കെ ക്ലീനായി. അപ്പോൾ ഇന്ന് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമ്പഴം ഡാഡിയുടെ വീക്ക്നെസ്സാണ്, ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ. വലിയ കുഴപ്പമില്ല, അത്ര സൂപ്പറൊന്നും അല്ലെങ്കിൽ പോലും അത്ര മോശമൊന്നുമല്ല, നല്ല മാമ്പഴമായിരുന്നു കേട്ടോ. അങ്ങനെ മാതാവിനോടൊക്കെ നന്ദി പറഞ്ഞ്. അപ്പോൾ എന്നോട് ഇന്ന് 2 ദിവസം മുമ്പ് ഒരു കുട്ടി പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഇതുപോലെ എന്നും കത്തിച്ച് തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ പറയില്ലേ അടുക്കളയിൽ എപ്പോഴും നിറവുണ്ടാവുമെന്ന്, അതുപോലൊരു അനുഭവം ആ മോൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു രൂപം കിച്ചണിൽ വെച്ചോളൂ കേട്ടോ. ഇഷ്ടമുള്ളവർ മാത്രം ഞാൻ പറയണമെന്നുള്ളൂ. കാരണം അത് നല്ലതാണ്, മാതാവിൻ്റെ ഒരു രൂപം നമ്മളുടെ കിച്ചണിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു മെഴുകുതിരി കത്തിച്ചാൽ അതിലും നല്ലത്. കാരണം നമ്മൾ പറയില്ലേ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ആയാൽ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ 11 ആവാൻ 10 മിനിറ്റ്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് എന്നാൽ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇരിക്കാം. അപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞത് പേസ്ട്രികൾ ഇരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കിടന്നുറങ്ങിയതിന് ശേഷം നമുക്ക് കഴിക്കാം. കാരണം അവർക്ക് ഡോനട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് അത് കൊടുത്തു. കാരണം ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ മേത്തും അവിടെ ഇവിടെയൊക്കെ ആക്കും, തിന്നൂല്ല. അപ്പോൾ പിള്ളേർ ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി വർത്താനം പറയാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മുകളിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ക്ലോസ് ചെയ്ത് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനിത് വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങിയ സമയത്താണ് നമ്മുടെ പിള്ളേരുകൾ ഓരോന്നായിട്ട് പോകുന്നത്. അതായത് പാച്ചൂട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, തോമുട്ടനും ചാക്കോച്ചനും ചെന്ന വഴിക്ക് ഉറങ്ങിയെന്ന് പറഞ്ഞു, കുളി കഴിഞ്ഞ വഴിക്ക് ഉറങ്ങിയെന്ന് പറഞ്ഞു. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ കൂടെ ഉണ്ടെങ്കിലേ ഉറങ്ങുള്ളൂ. അപ്പം ഞാൻ ഇവിടം വെച്ച് നിർത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പിള്ളേർസ് എണീറ്റിട്ട് അവരുടെ പേസ്ട്രിയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇന്ന് ഡിമ്പിളാണ് ഇത്ര ഇറങ്ങി വാങ്ങിയത്. അപ്പോൾ ഓരോ വെറൈറ്റി സാധനങ്ങൾ നോക്കി വാങ്ങിച്ചൊക്കെ 2 ഒരെണ്ണം അങ്ങനെ 2 എല്ലാതും വാങ്ങിയത്. 5 ഐറ്റം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ പിള്ളേഴ്സിന് ഡോനട്ട്. അപ്പോൾ ഡാഡീനെയും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ, ഡിമ്പിൾ പോയി അന്ന് തൊട്ട് ആഷിയുടെ പ്രസവം, ആഷിയുടെ ഡിസ്ചാർജ്, കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ, റോണിയുടെ വിശേഷം, അങ്ങനെ നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ വിശേഷങ്ങൾ പറയാനായിട്ട്. ഉണ്ണീനെ കാണാൻ വന്നവരുടെ വിശേഷം, അങ്ങനെ കുറേ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് 4 ആളും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ 4 ആളല്ല കേട്ടോ, 5 ആൾ, ഞങ്ങൾ 5 ആളും ഓരോന്നും ഇങ്ങനെ എടുത്തപ്പോൾ പാച്ചൂട്ടന് അതൊന്നും വേണ്ട. പാച്ചൂട്ടൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ വർത്താനം ശരിക്കും 1:30 മണി വരെ ഇരുന്നു കേട്ടോ. അപ്പോൾ 1:30 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ, കാരണം പാച്ചൂന് നാളെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിരുന്നത്. അപ്പോൾ ഇനി ബാക്കി നാളത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.